ഒരിക്കൽ എൻ്റെ സഹോദരിമാരിൽ ഒരാളുമായി ഞാൻ നൃത്തത്തിന് പോയി. എല്ലാവരും വളരെ സന്തോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആത്മാവ് ഹൃദയനൊമ്പരം അനുഭവിക്കുകയായിരുന്നു. നൃത്തം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ അരികിൽ ഈശോയെ കണ്ടു. വേദനയാൽ പീഡിപ്പിക്കപ്പെട്ടും വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടും മുറിവുകളാൽ ആവൃതനായും കാണപ്പെട്ട ഈശോ എന്നോടിങ്ങനെ സംസാരിച്ചു. എത്ര നാൾ ഞാൻ നിനക്കായി കാത്തിരിക്കും? എത്ര നാൾ നീ എന്നെ ഒഴിവാക്കും? ആ നിമിഷം ഞാൻ കേട്ടുകൊണ്ടിരുന്ന മധുരഗാനം നിലച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം എൻ്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. ഞാനും ഈശോയും മാത്രമായി. എൻ്റെ ആത്മാവിൽ നടന്നതെല്ലാം മറയ്ക്കാൻ ഞാൻ തലവേദന അഭിനയിച്ച് എൻ്റെ പ്രിയ സഹോദരിയുടെ അരികിലിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, എൻ്റെ സഹോദരി പോലും അറിയാതെ ഞാൻ പുറത്തു കടന്നു. സഹോദരിയെയും കൂട്ടുകാരെയും വിട്ടുപിരിഞ്ഞ് വിശുദ്ധ സ്റ്റാനിസ്ലവ്സ് കോസ്കയുടെ ഭദ്രാസന പള്ളിയിലേക്ക് നടന്നു. പ്രഭാതരശ്മികൾ പതിച്ചു തുടങ്ങിയിരുന്നു. ഭദ്രാസന പള്ളിയിൽ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചുറ്റും സംഭവിക്കുന്ന ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാതെ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഇനി എന്തു ചെയ്യണമെന്ന് മനസ്സിലാക്കി തരുവാൻ ദയ തോന്നണമേ എന്ന് ഞാൻ കർത്താവിനോട് യാചിച്ചു. അപ്പോൾ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു. വാൾസോയിലേക്ക് ഉടനെ പോകുക. അവിടെ ഒരു മഠത്തിൽ നീ പ്രവേശിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വീട്ടിൽ വന്ന് അത്യാവശ്യം ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു. എൻ്റെ ആത്മാവിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് സാധിക്കുന്ന വിധം എൻ്റെ സഹോദരിയെ പറഞ്ഞു ധരിപ്പിച്ചു. എൻ്റെ മാതാപിതാക്കളോട് യാത്ര ചോദിക്കാൻ അവളെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഞാൻ ധരിച്ചിരുന്ന വേഷത്തിൽ തന്നെ യാതൊരു വസ്തുക്കളും എടുക്കാതെ വാർസോയിലെത്തി. ട്രെയിനിൽ നിന്നിറങ്ങിയപ്പോൾ എല്ലാവരും അവരവരുടെ വഴികളിൽ പോകുന്നത് കണ്ട് ഞാൻ ഭയചകിതയായി. എന്തു ചെയ്യണം? ആരെ ആശ്രയിക്കണം? എനിക്ക് ആരെയും പരിചയമില്ലല്ലോ. അതിനാൽ ഞാൻ ദൈവമാതാവിനോട് പറഞ്ഞു, മറിയമേ, എന്നെ നയിക്കുക, വഴി കാട്ടുക. ഉടനെ തന്നെ എൻ്റെ അന്തരാത്മാവിൽ നഗരം വിട്ടുപോകണമെന്നും അടുത്തുള്ളൊരു ഗ്രാമത്തിൽ രാത്രി ചെലവഴിക്കാൻ സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തുമെന്നും നിർദ്ദേശിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ അപ്രകാരം ചെയ്തു. ദൈവമാതാവ് എന്നോട് പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു.